നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് മുനമ്പം വഖഫ് ഭൂമിയിൽ നിന്നും ആരെയും ഇറക്കി വിടില്ല, അവരെ അവിടെ കുടിയൊഴിപ്പിക്കപ്പെടില്ല, ശാശ്വതമായ പരിഹാരം നൽകും. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് തന്നെയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. അതിന് മുഖ്യമന്ത്രി അങ്ങനെ ഒന്ന് പറയുമ്പോൾ അത് വാർത്ത തന്നെയാണ്. അതായത് ഈ സമരക്കാരുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം മുഖ്യമന്ത്രി പറഞ്ഞ ഉറപ്പാണ് ഈ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്നത്. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്നും ഭൂമി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മുനമ്പം ഭൂമി പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനെത്തിയ സമരസമിതിക്കും സഭാ നേതൃത്വത്തിനുമായി മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത് എറണാകുളം ഗസ്റ്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. ഇനി ഒരു കാര്യം, മുഖ്യമന്ത്രി ഇതെങ്ങനെയാണ് ശാശ്വതമായി പരിഹാരം കാണുന്നത് മനസ്സിലാകുന്നില്ല. കുടിയൊഴിപ്പിക്കില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കും. കാരണം കുടിയൊഴിപ്പിക്കാൻ അങ്ങോട്ട് ആരും ചെല്ലില്ല. മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിലും ഒരുത്തനും അവിടെ പോയി ചെന്ന് കുടിയൊഴിപ്പിക്കില്ല, അത് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഒരു തരം പുകമറ കാട്ടി ജനങ്ങളെ പറ്റിക്കരുത്. പല സമരം നടത്താൻ വന്ന സഭാ അധ്യക്ഷനെ ബിഷപ്പ് അംബ്രോസിനെ വിളിച്ചിരുത്തി, കൊട്ടപ്പുറം ബിഷപ്പ് അംബ്രോസ് എന്നാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടത്താൻ പോയത്. അദ്ദേഹത്തിന് തൃപ്തിയായി കാണുമായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനത്തിന് അറിയാം, അവിടെ ഒരുത്തനും ചെന്ന് മുനമ്പത്ത് എന്നിട്ട് കുടിയിറക്കാൻ ചെല്ല, ഒരു വഖഫ് ബോർഡുകാരനും ചെല്ലില്ല. കാരണം ചെന്ന് കഴിഞ്ഞാൽ നല്ല മത്സ്യത്തൊഴിലാളികളാണ്, അവരുടെ കയ്യിൽ നല്ല പങ്കയുണ്ട്, നല്ല കൈക്കരുത്തുണ്ട് അവരുടെ മസിലുകൾക്ക്. ഒരുത്തനും ആ കടൽ വെള്ളത്തിൽ കിടന്ന് വെള്ളം കുടിച്ച് ചാവുകയാണ്, ഒരുത്തനും അവിടെ കുടിയിറക്കാൻ ചെല്ലില്ല, അത് ഉറപ്പ്. പിന്നെ അവർ സമരം ചെയ്യുന്നത് അത് അവരുടെ ആവശ്യമാണ്. കാരണം അങ്ങനെ അവർ വർഷങ്ങളായിട്ട് അവർ വിലയ്ക്ക് വാങ്ങിയ ഭൂമി അത് വഖഫ് ബോർഡ് ഒന്ന് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അതിനെ സമരം ചെയ്യുക എന്നുള്ള ജനാധിപത്യപരമായ രീതിയാണ്. ഇനി മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരുത്തനും അവിടെ ചെന്ന് ഈ ഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കാൻ പോകുന്നില്ല എന്നത്, ഇനി കോടതിയോ എന്തൊക്കെ വന്നാലും ശരി തന്നെ, അവിടെ ചോരപ്പുഴ ഒഴുക തന്നെ ചെയ്യും. അല്ലാതെ കോടതി ഉത്തരവുമായിട്ടും കേരള പോലീസിന്, മുഖ്യമന്ത്രിയുടെ പോലീസിനും കൊണ്ട് ചെല്ലാനും പറ്റില്ല, അത് ഉറപ്പ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ശാശ്വതമായ പരിഹാരം കാണുമെന്നാണ്. എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി ശാശ്വതമായ പരിഹാരം കാണുന്നത്? വഖഫ് ബോർഡിന്റെ സർവ്വ നിയമങ്ങളും പിന്നെ വഖഫ് ബോർഡിന് അനുകൂലമായിട്ടാണ്. ഒരു തരത്തിൽ പോലും ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കണ്ടാണ്. മാത്രമല്ല, നിങ്ങൾ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നുകൊണ്ട് താങ്കളുടെ നിയമസഭയ്ക്കകത്ത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഒറ്റ വാക്കിൽ നിങ്ങൾ പ്രമേയം പാസാക്കിയതാണ്. 140 MLA-മാരിൽ 140 MLA-മാരും ചേർന്ന് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമം പാസാക്കി നാണം കെട്ട പ്രവൃത്തി ചെയ്തിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വന്നു നിന്നുകൊണ്ട് ഇത് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് പറയുന്നത്. എങ്ങനെ ഈ ശാശ്വതമായ പരിഹാരം കാണുമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോടും മുനമ്പത്തെ സാധാരണക്കാരോടും തുറന്നു പറയും, എങ്ങനെ ശാശ്വതമായ പരിഹാരം കാണും? നരസിംഹറാവുവിൻ്റെ സർക്കാരും അതുപോലെ മൻമോഹൻ സിംഗിന്റെ സർക്കാരും അതുപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാരും എല്ലാം പിന്നെ ഈ ബോർഡിന് വേണ്ടിയിട്ട് വഖഫ് ബോർഡിന് അനുകൂലമായ നിയമമാണ് ഉണ്ടാക്കിയത്. അതിന്റെ ഭേദഗതി വരുത്തിയതും അങ്ങനെ തന്നെയാണ്. 2013 പിന്നെ കൊണ്ടുവന്ന മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊണ്ടുവന്ന ഈ ഭേദഗതിയും ഈ വഖഫ് ബോർഡിന് അനുകൂലമാണ്. ആർക്കും കോടതിയിൽ പോകാൻ, വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ കോടതി വഴി പരിഹാരം കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആ നിയമത്തിൽ വ്യക്തമായി പറയുന്നത്. നിങ്ങൾ പ്രമേയം പാസാക്കി, ഇതിനുള്ള ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഈ വഖഫ് നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കുക എന്ന് തന്നെയാണ്. സംശയമൊന്നുമില്ല മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ. അതായത് ഈ നിയമം നിങ്ങൾ ശാശ്വതമായി പരിഹാരം കാണുമെന്ന് പറഞ്ഞാൽ അത് ഈ നിയമ ഭേദഗതി വരുത്തിയാൽ മാത്രമേ ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ, തീർച്ച. അല്ലാതെ നിങ്ങൾ ഈ പ്രമേയം പാസ്സാക്കി വെച്ചിട്ട് താങ്കളും താങ്കളുടെ കൂടെയുള്ള MLA-മാരും പ്രതിപക്ഷത്തെ സതീശന്റെ കൂടെയുള്ള MLA-മാരും സതീശനും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ 140 MLA-മാരുടെ എല്ലാം കൂടെ ചേർന്ന് ഈ നിയമത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കി വെച്ചിട്ട് ഈ പാവം മുനമ്പം മത്സ്യത്തൊഴിലാളിയുടെ മുമ്പ് ചെന്ന് നിന്നിട്ട് അവിടെ ഒരു ഫാദറെ വന്നപ്പോൾ ഫാദറിനെ കൂടെ കൂടി അംബ്രോസ് എന്നുള്ള ഫാദറിനോട് കൂടെ ചേർന്ന് വന്നിട്ട് പറയും, അംബ്രോസ് ഫാദറെ ഞാൻ ശാശ്വതമായ പരിഹാരം കാണുമെന്ന് പറഞ്ഞാൽ എന്തൊരു ഇരട്ടത്താപ്പാണ് ഈ മുഖ്യമന്ത്രി കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം, മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ, സാധാരണക്കാരുടെ മത്സ്യത്തൊഴിലാളികൾ, പാവങ്ങളായ മത്സ്യത്തൊഴിലാളികൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് ചതിക്കുഴിയാണ്. അതായത് ഈ 2 ദിവസം മുമ്പ് മന്ത്രി രാജീവ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അതായത് വിഷയം വളരെ സങ്കീർണമാണ്, വളരെ സാങ്കേതികമാണ്, അതെങ്ങനെ പരിഹരിക്കുമെന്നത് നിശ്ചയമില്ല, എന്തായാലും നമ്മൾ ചർച്ച ചെയ്യട്ടെ എന്നാണ് രാജീവ് പറഞ്ഞത്. എന്താണ് ആ രാജീവ് പറഞ്ഞതിൻ്റെ അർത്ഥം?
വിഷയം വളരെ സങ്കീർണമാണ്, വളരെ സാങ്കേതികമാണ്. എങ്ങനെ അത് ശാശ്വതമായി പരിഹരിക്കുമെന്ന് കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട് എന്നും കൂടെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പാവങ്ങളുടെ മുന്നിൽ വന്നിട്ട് വായമടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല എന്നതാണ്. പാർലമെന്റ് കൊണ്ടുവരാൻ പോകുന്ന നിങ്ങൾ മാപ്പ് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മുടെ നിയമസഭയിൽ ഈ പ്രമേയം പാസ്സാക്കിയത് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർലമെന്റിൽ വരാൻ പോകുന്ന ഈ വഖഫ് ബോർഡ് ഭേദഗതി നിയമത്തെ അംഗീകരിക്കുകയും പിന്താങ്ങുകയും വോട്ട് ചെയ്യുകയും ആ നിയമത്തെ പാസ്സാക്കാൻ വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്യണം. അതാണ് ചെയ്യേണ്ടത് മിസ്റ്റർ പിണറായി വിജയൻ. അല്ലാതെ പാവം ഈ ജനങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ശാശ്വതമായി പരിഹാരം നേടും, നിങ്ങളെ ആരും ഒഴിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വെറും ഉമ്മാക്കി കാണിക്കലാണ്.